ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. പ്രതിച്ഛായ റൈറ്റർ ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണൻ. 2023 പുള്ളിയുടെ ഏറ്റവും അവസാനം ഇറങ്ങിയ ചിത്രം ക്രിസ്റ്റഫർ. ഞാൻ മറക്കില്ല. മമ്മൂക്ക് അത്യാവശ്യം അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ പടം ഒരു കൊലപാതകം, അതിനുശേഷം അതിന് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ തോക്കെടുത്ത് വെടിവെപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളിയുടെ സ്മാർട്ട് സിറ്റി മുതൽ ക്രിസ്റ്റഫർ വരെ നോക്കുകയാണെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമ കരിയർ, സിനിമാഗ്രാഫ് അങ്ങനെ തന്നെ വലിയ എക്സൈറ്റ് ചെയ്യിപ്പിച്ച വർക്കുകളൊന്നുമല്ല. ഒരുപാട് വിദേശ സിനിമകളിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ABC മർഡേഴ്സ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് മാസ്റ്ററിന് ഉപയോഗിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കില്ലിങ്ങും പ്രോസസ്സും കാര്യങ്ങളും ഓരോ മാർക്ക്, നെറ്റിയിൽ വരുന്ന മാർക്കും പരിപാടിയെല്ലാം പുള്ളി അതിൽ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ട് അതിനെയൊക്കെ വികലമായി ചിത്രീകരിച്ച ഒരു ഡയറക്ടർ. പുള്ളിയെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യല്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണ് ബി ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത്. ആറാട്ടൊന്നും നമുക്ക് ഒരിക്കലും മറക്കാനും ക്ഷമിക്കാനും പറ്റില്ല. പക്ഷേ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കണ്ട ഒരു ചിത്രം എനിക്ക് അത്യാവശ്യം ഒരു എബോവ് ആവറേജ് ആയിട്ട് തോന്നി. ഇതിൻ്റെ ദൈർഘ്യം ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. 2.25 മണിക്കൂറോളം ഉണ്ട്. സെക്കൻഡ് ഒരു വെൽ നറേറ്റഡ് ഫസ്റ്റ് ഹാഫ്, അങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ ക്യാമറ വർക്ക്, ഒരു സമരപ്പന്തലിൽ നിന്നൊരു കുഞ്ഞിറങ്ങിപ്പോയി അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജാഥയ്ക്കിടയിലോട്ട് അലിഞ്ഞു ചേർന്ന് പിന്നെ അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ ബാലചന്ദ്ര മേനോൻ്റെ കഥാപാത്രത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ, കോൺഗ്രസ് പാർട്ടിയിലെ ഉൾക്കുത്തും കാര്യങ്ങളും ഇങ്ങനെ തക്കം പാത്തിരിക്കുന്ന ഹരിശ്രീ അശോകൻ്റെ പാർട്ടി നേതാവിൻ്റെ ക്യാരക്ടറും അതും എല്ലാം വെച്ച് കാണിച്ച് നല്ല റിയാക്ഷൻ ഷോട്ടും കാര്യങ്ങളും അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്ത് പോകുന്നതും. അപ്പോൾ അത്രയും റിയൽ ലൈഫ് സിനാരിയോയിൽ പണ്ട് നമ്മൾ കേട്ട കഥകളും കാര്യങ്ങളും ഒക്കെ തന്നെ, പക്ഷേ എങ്കിൽ അതിനെ ഒരു ഫിക്ഷണൽ സ്പേസിൽ സെറ്റ് ചെയ്ത് നല്ല രസകരമായിട്ട് കൊണ്ടുവന്ന് ഒരു പിൻഗാമിയായിട്ട് നിവിൻ പോളിയുടെ മകൻ ക്യാരക്ടർ വന്നിട്ട് അതിൽ വൺ ഓഫ് ദ മകനായിട്ട് വരുന്നത് നിഷാന്ത് സാഗറിൻ്റെ കഥാപാത്രമാണ്. സന്തത സഹചാരിയായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് മണിയൻ പിള്ള രാജുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. ഇവരെല്ലാം വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാഫ്. ഇപ്പം പൊളിറ്റിക്കൽ ഡൈനാമിക്സ് വരുമ്പോൾ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി, ഈ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നറേറ്റ് ചെയ്ത് വളരെ രസകരമായി മുമ്പോട്ട് പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഡൈനാമിക്സിലോട്ട് വരുമ്പോൾ പുള്ളി ഒരു മുത്തച്ഛനാണ്. അപ്പോൾ ആ മോളോട് കാണിക്കുന്ന വാത്സല്യം, മക്കളെ അളന്ന് കാച്ചി കുറുക്കി നിർത്തുന്നത്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി മകൻ, അതായത് നിവിൻ പോളിയുടെ ക്യാരക്ടർ വിമർശിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന രീതി, മകനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതി, മകനുമായിട്ടിരുന്നൊരു പെഗ്ഗൊക്കെ അടിച്ചിട്ട് സംസാരിക്കുന്നതും, അങ്ങനെ പുള്ളിക്ക് റൈവൽറി ആയിട്ട് വരുന്നവരെ എങ്ങനെ കടിച്ചു കീറണമെന്ന് പ്ലാൻ ചെയ്യുന്ന രീതി, തന്നേക്കാൾ എന്താ പറയുക പാവപ്പെട്ട ആൾക്കാരാണെങ്കിലും തനിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ അവരൊക്കെ എങ്ങനെ തിരിച്ച് ആ പ്രതികാരം നടപ്പാക്കണമെന്നുള്ളതൊക്കെ അസാധ്യമായിട്ട് ബാലചന്ദ്ര മേനോൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിയെ ലാസ്റ്റിൽ ഇങ്ങനെ പെർഫോം ചെയ്ത് കണ്ടത് ഒരു പൊളിറ്റിക്കൽ നേതാവായിട്ട് എനിക്ക് തോന്നുന്നു. ട്രൂത്തിലെ ഒരു പൊളിറ്റിക്കൽ നേതാവായിരുന്നു. അത് നല്ല രസമായിരുന്നു. ഒരു ശക്തനായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. പുള്ളി ഇങ്ങനെ സ്ഥിരം അഭിനയിക്കാത്തത് കൊണ്ട് പുള്ളി ഒരു എക്സെപ്ഷണൽ ബ്രില്യൻ പെർഫോമൻസ് എന്നല്ല പറയുന്നത്. പുള്ളി ഈ റോള് ചെയ്യുമ്പോൾ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. പുള്ളി ഇങ്ങനെ അധികം റോളുകൾ ചെയ്യാത്തതുകൊണ്ടുള്ളൊരു ഫ്രഷ്നെസ്സും ഉണ്ട്. പിന്നെ ഈ സീൻ സ്റ്റേജ് ചെയ്തിരിക്കുന്ന രീതിയും ഡയറക്ഷണൽ രീതിയിലൊക്കെ ഫസ്റ്റ് ഹാഫ് പുള്ളി ബി ഉണ്ണികൃഷ്ണൻ നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായി റൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം അറിയാവുന്ന സോളാർ കേസും സരിതയും സെക്ഷൽ സ്കാൻഡലും അങ്ങനത്തെ പരിപാടികളിലോട്ടൊക്കെ ബാലചന്ദ്ര മേനോൻ്റെ കഥാപാത്രം പോവുകയും അതിന് പിൻഗാമിയായിട്ടുള്ള മകൻ നിവിൻ പോളി വന്നതിന് ശേഷമുള്ള പരിപാടികളും അങ്ങനെയൊക്കെയാണ് സിനിമ പോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിനൊരു സിനിമാറ്റിക് എലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ഒരു ഫിക്ഷണൽ സ്പേസിൽ ഇതിനെ സെറ്റ് ചെയ്ത് സംഭവമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നിവിൻ പോളി നന്നായി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഓറ അടിപൊളിയാണ്. പുള്ളി ഇപ്പോൾ ഫാർമ, സർവമായ ഈ സിനിമകളിലേക്ക് പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കൊരു കേക്ക് വാക്കാണ്. അത്രയും സാധാരണമായി മാസ് പറയേണ്ടടുത്ത് മാസും സൗണ്ട് മോഡുലേഷനും ഒക്കെ നിവിൻ പോളി വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കിടന്ന് കറങ്ങുക, ഇത് എവിടെ കൊണ്ട് കുറ്റി അടിച്ച് കെട്ടണം എന്നുള്ള രീതിക്ക് ഇതങ്ങോട്ടൊരു തീർപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഇതിനൊരു സിനിമാറ്റിക് ഡയമെൻഷൻ കൊടുക്കുകയും വേണം. ഒരു ഫാക്ച്വൽ ബേസിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊരു കയ്യടി കിട്ടുകയില്ല. അപ്പോൾ കാരണം പുള്ളി അങ്ങനത്തെ സിനിമയുടെ വക്താവാണല്ലോ, ഒരു സിനിമാറ്റിക് ഹൈ കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകളുടെ ഒരു വക്താവാണ്. അപ്പോൾ പുള്ളിക്ക് ആ രീതിയിൽ തന്നെ ഇതിനൊരു എൻഡ് കൊടുക്കണമെന്നുമുണ്ട്. പക്ഷേ അതിനൊരു ഹൈ പഞ്ച് അല്ലെങ്കിൽ ഒരു ഹൈ ലെവലിൽ മാസ്സായിട്ട് നിർത്തി എന്നുള്ളൊരു ലെവലിലോട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിൽ
കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. അങ്ങോട്ടൊരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഒരു ഉണ്ണികൃഷ്ണൻ സിനിമകളുടെ ഒരു സ്ഥിരം പ്രശ്നമുണ്ട്. ഇപ്പം ഒരു ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അതിങ്ങനെ ഡീറെയിൽ ചെയ്ത് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് വളഞ്ഞൊടിഞ്ഞ് അവിടെയൊക്കെ പോകും. അതൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കും സംഭവിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പക്ഷേ കണ്ട നിങ്ങളുടെ അഭിപ്രായം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് ഇതിനകത്ത് ഒരുപാട് നല്ല പെർഫോമൻസുകളുണ്ട്. പേരുകൾ എടുത്ത് പറയണമെന്നുണ്ട്, അതാണ് ഇത് നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. ബാലചന്ദ്ര മേനോൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കഥാപാത്രമായിട്ട് വരുന്ന സബിത ആനന്ദ് പവർഫുള്ളാണ്. അവർക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിലെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി സഹധർമ്മിണിയുടെ റോളിൽ ഇങ്ങനെ പുറകിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മുമ്പോട്ട് വന്ന് ആ കളികൾ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിലുള്ള അവരുടെ ഒരു പവർഫുൾ ക്യാരക്ടർ അതുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഹരിശ്രീ അശോകനും ഷറഫുദ്ദീൻ്റെയും കഥാപാത്രങ്ങളുണ്ട്. അവർക്കൊരു ഗ്രേ ഷെയ്ഡും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി കൊടുത്ത് അതിനകത്ത് കിടന്ന് കുറേ കഷ്ടപ്പെടലുകളും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു ഏച്ച് കെട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ നോർമലായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ചില കൊലപാതകങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് കൊലപാതകം കാണിക്കാം, പക്ഷേ അത് പറ്റില്ല. അതിന് കുറച്ച് ഹൈഫൈ ടെക്നോളജി പരിപാടിയൊക്കെ പുള്ളി പിടിച്ചിട്ടുണ്ട്. ഒരു ബൈക്ക് ഹാക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊക്കെ ഒന്ന് നോർമലായിട്ട് ചെയ്താലും മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ എങ്കിൽ അതിൻ്റെയൊക്കെ പേ ഓഫ് ലാസ്റ്റ് വരും, അല്ലെങ്കിൽ ഈ സീനിനൊക്കെ റെലവൻസ് ലാസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കേൾക്കുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, ഡേറ്റ ബ്രീച്ച്, ഡേറ്റയാണ് അസറ്റ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിലും കാര്യങ്ങളിലും കേൾക്കുന്നുണ്ട്. ഡേറ്റ കൊണ്ടുള്ള വാറാണ് ഇനി വരാൻ പോകുന്നത്, വെദർ ഇറ്റ്സ് പൊളിറ്റിക്കൽ, രാജ്യങ്ങളുടെ ഇടയിലാണെങ്കിലും. പിന്നെ ഇടയ്ക്ക് മാധ്യമങ്ങൾക്കിട്ടുള്ള കുത്തൽ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ പരിപാടികളും ഇതിനകത്തുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് പാളിപ്പോയി, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ എൻഗേജിങ് ആക്കാമായിരുന്നു. ഹാവിങ് സെഡ് ദാറ്റ് എനിക്ക് എല്ലാവരുടെ പെർഫോമൻസും ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ ചെറിയ ചെറിയ ഇതൊക്കെ ഉള്ളൂ. സായ് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥാപാത്രമാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. അദ്ദേഹം ഇതിനകത്ത് ഒരുവിധം നടക്കുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ്. ഒരുപാട് സിനിമകളിൽ പുള്ളിയുടെ ശാരീരിക അസ്വാസ്ഥ്യം കണക്കിലെടുത്ത് പുള്ളിയെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് വീൽ ചെയറിലിരുത്തി പുള്ളിയെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതിൽ പോലും പുള്ളി നല്ല എക്സൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെത്തി നിൽക്കുമ്പോൾ പുള്ളി ഒരു ചുവട് ഇങ്ങനെ നടന്ന് മുമ്പോട്ട് വരുന്നത് കാണുമ്പോൾ ഒരു ആശ്വാസം. ആ മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ട്, ഇനിയും നല്ല കഥാപാത്രങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റട്ടെ. പുള്ളി അഭിനയിച്ച തൂഫാനാണ്, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ കാണുന്ന ഒരു ആശ്വാസം, അങ്ങനെ ഒരു മിക്സ്ഡ് അഭിപ്രായമാണ് എനിക്ക് തോന്നിയത്.